ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഷോ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന കുറച്ച് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ അല്ല, ഓൺലൈൻ ഗെയിംസ് ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതിലൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇന്ന് വിഷു ആയതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഞാൻ നേരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. This is more than just a game. Breaking through the silence. It's time to stand up. Face up to the fear. It's time to rise up. Now is the moment. Now is the time to win or die. To win or die. To win or die. വിഷുദിനം പ്രമാണിച്ച് ഇന്ന് ആരും വലിയ ആഘോഷങ്ങളിലൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ആരും വെളിയിലൊന്നും പോകരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക. അതുപോലെ ഇപ്പം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഓക്കെ, നമുക്കിപ്പോൾ ആപ്ലിക്കേഷനിലോട്ട് പോകാം. ഫസ്റ്റിലത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ സ്പേസ് ആർമിഡ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ ഇതൊരു നല്ലൊരു ഗെയിമാണ്, നമുക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഓൺലൈൻ ഗെയിമാണ്. ഇപ്പോൾ ഞാൻ നെറ്റൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതൊരു ഓൺലൈൻ ഗെയിമാണ്, അത്യാവശ്യം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ലൊരു ഓൺലൈൻ ഗെയിം തന്നെയാണിത്. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു പോവുക. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, മാക്സിമം കണ്ടുപോകുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിരിക്കണം. നമുക്ക് വീഡിയോ ഇടുക. ഇതിപ്പോൾ ഞാൻ വിഷു സ്പെഷ്യലായിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ആദ്യമായാണ് ഞാൻ ഓൺലൈൻ ആപ്ലിക്കേഷനെ എടുത്ത് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ 6 വെച്ച്, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരെണ്ണമായിട്ട് പരിചയപ്പെടുത്തുള്ളൂ. ഇപ്പം ഞാൻ ഫസ്റ്റ് തന്നെ ഗെയിം ക്ലിക്ക് ചെയ്ത ശേഷം ബാറ്റിൽ ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ടൈമും ബാറ്റിൽ എന്ന് പറഞ്ഞിട്ട് വന്നു, അതിലും ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സ്പേസിൽ ഒരു പ്ലെയിൻ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ എനിമീസ് ഉണ്ട്, എനിമീസാണ് ദാണ്ട് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ഉയർത്തുന്നതും താഴ്ത്താനും പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് പ്ലെയിന് പറന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇരിക്കുവാണ്. ഏകദേശം ഇച്ചിരി അടുത്തത്തിലാണ് കൊല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഈ ഓരോ പ്ലെയിൻ വെച്ച് കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് വിളയ്ക്കാം. എല്ലാവരും ചത്തോ? ഓൾ ക്ലിയർ. അപ്പോൾ നമ്മളെ ഗെയിം വിന്നായി. അപ്പോൾ ഇതുപോലെ ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം പ്ലെയിനും തകർത്തു. പക്ഷെ പ്ലെയിൻ ഇച്ചിരി മൂവ്മെൻറ്റ് കുറവാണ്, അതുകൊണ്ടാണ് നമുക്ക് പ്ലെയിൻ ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോയി എല്ലാവരും കൊല്ലാൻ. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം ആപ്ലിക്കേഷനിലോട്ട് പോകാം. ജസ്റ്റ് നിങ്ങളിതെല്ലാം എടുത്ത് നോക്കൂ. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, താഴത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിം പോകും. ഗെയ്സ്, അടുത്ത ഗെയിം എന്ന് വെച്ചാൽ GTR സ്പീഡ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത് നല്ലൊരു ഗെയിമാണ്. അതുപോലെ ഇപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും നോക്കി ഫോളോ അപ്പ് ചെയ്യുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ID. ഇത് നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു കാർ റേസിംഗ് ഗെയിമാണ്. ഇത് വലിയ സൈസൊന്നുമില്ല. പ്ലേ സ്റ്റോറിൽ ആകെ 300 സംതിങ്ങോ 400 സംതിങ് ഒക്കെ വരുന്നൊരു ഗെയിമാണ്. വലിയ സൈസൊന്നും ഇല്ലാത്തൊരു ഗെയിമാണ്. അപ്പോൾ ഗെയ്സ്, ചാനൽ പുതിയതായാലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് ഗെയിം കിട്ടുക. ഇതിൻ്റെ വോളിയം ഇച്ചിരി കുറയ്ക്കാം. ഒരു പെണ്ണ് വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് കാർ നോക്കാം. ഇതൊരു ഡ്രിഫ്റ്റാണ്, നമ്മളിങ്ങനെ കാറ് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
കുറച്ചായിട്ടേ തരത്തുള്ളൂ, വലിയ ഇതായിട്ട് നമുക്ക് തരുന്നില്ല, കുറച്ച് നേരം ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ഇത് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഗെയിമിൻ്റെ ആപ്ലിക്കേഷനിൽ പോകാം. അതിന് മുമ്പ് ഒരു കാര്യം, ഈ ഗെയിമിനകത്ത് നമുക്ക് കുറച്ച് കാറൊക്കെ സെലക്ട് ചെയ്ത് വേണം ആ കാർ ബൈ ചെയ്ത് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ പിന്നീട്ടാണ് നമ്മുടെ സ്വന്തം കാറ്, നമുക്ക് വേണേൽ കാറിന് കുറേ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഗെയിമാണ്. അപ്പോൾ നമ്മുടെ ഗ്രാഫിക്സ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഒരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിൽ പോകാം. അടുത്ത ഗെയിമിൻ്റെ ഒരു മോഡേൺ സ്റ്റിക്ക് ഓൺലൈനിലാണ്, ഓൺലൈനാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഗെയിമിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഗെയിം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പം ബാറ്റിൽ ഗ്രൗണ്ട് പോലെയുള്ള ഒരു ഗെയിമാണ് ഓൺലൈനിൽ. അപ്പോൾ നമുക്ക് ഗെയിം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗെയ്സ്, ഞാൻ ഗെയിമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ സ്കിപ്പ് അടിച്ചായിരുന്നു, കാര്യം പെട്ടെന്ന് ഗെയിം സ്റ്റാർട്ടായി വരാൻ. ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്? അവിടാണ്. ഇത് നമ്മുടെ സ്റ്റാറിലാണ് കയ്യിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് ഇനി തുടർന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാം. അപ്പോൾ നമുക്കിതൊരു നമുക്ക് നല്ലൊരു ഗെയിമാണ്. എനിക്ക് തോന്നുന്നു ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ ഒക്കെ കൂട്ടുള്ളൊരു ഗെയിമാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് ഒക്കെ ഉള്ളൊരു ഗെയിമാണ്. നമ്മൾ ഗണ്ണൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നത് ഇങ്ങനെ കുറേ ചെറിയ ഗണ്ണിന് സ്കോപ്പ് നോക്കണം. നമുക്ക് ഗെയിമിലോട്ട് ഒന്നും കൂടെ പോകും. ജസ്റ്റ് ഒരു പ്ലേയും കൂടെ കാണിക്കാം ഗെയിമിൻ്റെ, എന്നിട്ട് നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. ഇപ്പോൾ ഗൈസ്, ഈ ചാനൽ ഇനി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ബെല്ലൈക്കൺ അങ്ങ് ഇടിച്ചങ്ങ് പൊട്ടിച്ചേക്കും. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ജസ്റ്റ് ബുള്ളറ്റ് പോയി വരുന്നതൊക്കെ കണ്ടു, ഇങ്ങോട്ടൊക്കെ വരും. വലിയ എനിമി ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഓട്ടോ എയിമിങ് ആട്ടോ, നമുക്ക് ഫയർ ഞെക്കേണ്ട ആവശ്യമില്ല. ഓട്ടോ എയിമിങ് ആണ് ഗെയിം പ്ലേ ആണ്. പെട്ടേനെ. അപ്പോൾ ഇതൊരു ഓട്ടോ എയിമിങ് ഗെയിമാണ്. അപ്പോൾ അത് വലിയൊന്നുമില്ല, നമുക്ക് എയിമിങ് ഒന്നും നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു ഓട്ടോ ഗെയിമിംഗ് ആണ്. അപ്പോൾ TDM ഒക്കെ നമുക്കല്ലേ TDM മാച്ച് വരുന്ന പോലൊരു ഗെയിം പ്ലേ ഉള്ളൂ ഇതിനകത്ത്, വലിയ ഇതൊന്നുമില്ല. ഹെഡ്ഷോട്ട് പൊട്ടിയിട്ടു.
അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. ജസ്റ്റ് ഈ ഗെയിം കാണിച്ചിട്ടില്ല, ഈ ഗെയിമിൻ്റെ പ്ലേ മാത്രം ഒരുപാട് നേരം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. പെട്ടെന്ന് തോക്കുന്നൊന്നുമില്ല എന്താണ് നടക്കുന്നത്. നമുക്ക് അടുത്ത ഗെയിം. ഇപ്പൊ ഗൈസ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഓഫ് സർവൈവൽ ആണ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതെനിക്ക് വലിയതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഏകദേശം ക്ലാഷ് ഓഫ് ക്ലാൻ്റെ കൂട്ട് തോന്നിക്കുന്ന ഒരു ഗെയിമാണ്. അപ്പം ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം പറയുകയാണ്, ഈ ചാനൽ ഇപ്പോഴും പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു പോവുക. എങ്കിൽ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തു പോവുക. അതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അത് മാക്സിമം മറ്റുള്ള ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തു. ഗെയിമിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾക്ക് ഇത് ഷെയർ ചെയ്തിട്ട് അപ്പം അവർക്കും ഈ ഇതുപോലെ കണ്ടിഷ്ടപ്പെട്ട ഗെയിംസൊക്കെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഗെയിംസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സുകൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ബാറ്റിൽ ഗ്രൗണ്ട് പോലുള്ളൊരു ഗെയിം അല്ല, നമുക്ക് വളരെ വേറൊരു ടൈപ്പായിട്ടുള്ള ഗെയിമാണ്. കാര്യം ഇതിപ്പോൾ ഈ ഗെയിമിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നെറ്റ് റീകണക്ട് എന്നുള്ളൊരു പ്രോബ്ലം കാണും. മറ്റുള്ള ഗെയിമിനൊന്നും നെറ്റിൻ്റെ ഒരു റീകണക്റ്റിംഗ് പ്രോബ്ലം ഒന്നും കാണിച്ചില്ല. ഇപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ ആയിരിക്കും അത് കുറച്ച് മാറും. അതായത് ഈ ഗെയിമിന് വേണ്ടത്ര നെറ്റ് കിട്ടുന്നില്ലായിരിക്കും. അപ്പോൾ ഇത് എന്തോ എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സൂംബിയൻ്റെ ഒരു ഗെയിമാണ്. സൂംബിയൻസ് കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂംബിയുമായിട്ട് ചലഞ്ച് വെച്ച് അറ്റാക്കിന് പോകുന്നൊരു ഗെയിമാണ്. അങ്ങനെയാണ് ഈ ഒരു ഗെയിം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ സൂംബിയായിട്ട് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ സർവൈവ് ചെയ്ത് നിൽക്കുക. അല്ലാതെ വലിയൊരു ഇതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പം റിയാലിറ്റി നമ്മൾ പോയിട്ട് ഗൺസ് എടുത്ത് വെടിവെക്കുന്നില്ല. ജസ്റ്റ് സൂംബിൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വെടി വെച്ചുകൂടും അവർ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് ജസ്റ്റ് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ നിന്ന് വെച്ചു കൊടുത്താൽ മതി. ഡോഗൊക്കെ അവിടെ ചെന്ന് കടിയുള്ളൂ. എന്നിട്ട് ഡോഗ് അവിടെ എല്ലാവരും പോയി കടിക്കും. എന്നിട്ട് പകുതി ലൈഫ് പോകുമ്പോൾ ഡോഗ് ഇവിടെ വന്ന് തന്നിൽ ഹീലാവും, റിവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൂ. ഇത് വലിയൊരു ഇതായിട്ടൊന്നുമില്ല ഈ ഗെയിംസിനകത്ത്. ഇപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ളൂ. അപ്പോൾ ഇത് വലിയ ഇതായിട്ടല്ല, നമ്മൾ ഏകദേശം ക്ലാഷ് ഓഫ് ക്ലാൻ്റെ ഒക്കെ കൂടുതലുള്ള ഗെയിമാണ്. അപ്പോൾ അവിടെ ഒരു അറ്റാക്കിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ടൈപ്പിലുള്ള ഒരു ഗെയിമാണ്. അല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലുതൊന്നുമില്ല. ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് വെച്ചിട്ട് അവിടുത്തെ ഒരു ഹെലികോപ്റ്റർ റിപ്പയർ ചെയ്തെടുക്കണം. എന്നാണ് ഈ കിടക്കുന്ന ഹെലികോപ്റ്റർ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത ലെവലിലോട്ട് തുറന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിൻ്റെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് അടുത്ത ഗെയിം എന്ന് വെച്ചാൽ റേഞ്ച് മാസ്റ്റർ എന്നാണ് ഒരു ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതൊരു സ്നൈപ്പർ മിഷനാണ്. സ്നൈപ്പർ എന്നിട്ട് നമുക്കൊരു പോയിന്റ് വരും. ആ പോയിന്റിലോട്ട് കറക്റ്റ് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യും. അത്ര ഉള്ള ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത. അല്ല വലിയൊരു ഇതായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഗസ്റ്റ് അക്കൗണ്ടാണ് കൊടുക്കുന്നത്. ഗസ്റ്റ് അക്കൗണ്ട് കൊടുത്ത് ലോഗിൻ ചെയ്തു പോകും. അപ്പോൾ ഞാൻ ഇച്ചിരി വീഡിയോസ് സ്കിപ്പ് അടിച്ചു വിടാം. അപ്പോൾ നമുക്ക് ഗെയിം ഒന്ന് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതെടുക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മൾ അറ്റാക്ക് നോക്കുക. അതുകൊണ്ട് അവർ ഇവിടെ എത്ര ടാർഗറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട്. ആ റേഞ്ചിൽ നമ്മൾ ഷൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു വശം ഇങ്ങനെ അനക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഗണ്ണ് കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റും. ഇവിടെയാണ് കൊണ്ടുവച്ച് മിസ്സിങ് ആയിപ്പോയി. ഇച്ചിരി കയറിയാൽ മാത്രമേ നമുക്ക് അവിടെ കറക്റ്റ് കൊള്ളത്തിലാണ്. നമുക്ക് ഒന്നുകൂടെ ടാർഗറ്റ് ചെയ്ത് പോകാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുക തരുത് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ സ്കോപ്പില്ല, ഗണ്ണിൽ സ്കോപ്പില്ലല്ലോ. ഗണ്ണ് അങ്ങോട്ട് ഇതിലാണ് സെൻസിറ്റിവിറ്റി ഗണ്ണ്. ഇയാൾക്ക് നേരെ പിടിക്കാനേ പറ്റത്തില്ല. കറക്റ്റ് റെഡ് ഡോട്ടിൽ കൊണ്ടുപോകും. റെഡ് ഡോട്ടിൻ്റെ മൂലയ്ക്ക് റെഡിലല്ല കൊണ്ട് റെഡിൻ്റെ മൂലയ്ക്ക്. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ഗെയിം എന്ന് വെച്ചാൽ സൂംബിയൻ ഗൈനാഷിപ്പ് സർവൈവൽ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് ഷോർട്ട് ഫോമിലാണ് കൊടുത്തിരിക്കുന്നത്. ZG സർവൈവൽ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് പ്ലേ സ്റ്റോറിൽ സൂംബിയൻ ഗൈനാഷിപ്പ് സർവൈവൽ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോകാം. ഗൈനാഷിപ്പല്ല ഗൺഷിപ്പ്. ഓക്കെ, ഒരു ഗൺഷിപ്പ് എന്നാണ്, ഗൈനാഷിപ്പ് എന്നല്ല. അപ്പോൾ ചില മിസ്റ്റേക്ക് ഒക്കെ വരും. നമ്മൾ പെട്ടെന്ന് നോക്കാതെ അങ്ങടുത്ത് പറയുന്നുണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഗെയിമാണ്. നമുക്കൊരു മെഷീൻ ഇങ്ങനെ ടാർഗറ്റായിട്ട് തരും. പിന്നീട് ആ മെഷീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നമ്മുടെ കുറച്ച് ടീം പോയിട്ടൊരു എന്തോത്തിലോ പോയി ഇറങ്ങുന്നേ. അപ്പോൾ അവിടെ കുറച്ചധികം സൂംബീസ് കാണും. അപ്പോൾ നമ്മൾ ഈ സൂംബീസ് ഓവറായിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു വിമാനത്തിലായിരിക്കുന്നത്. ആ വിമാനത്തിൻ്റെ ക്യാമറയിൽ തെളിയുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ആയിട്ട്. അപ്പോൾ ആ ബ്ലാക്ക് ആയിട്ട് തെളിയുന്ന വസ്തു ആ വിമാനം ഉപയോഗിച്ച് നമ്മൾ ആ സൂംബീൻസിനെ മൊത്തം അറ്റാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിങ്ങനെ ഡ്രോ ചെയ്ത് പോകണം. അപ്പോൾ കറക്റ്റ് ചെയ്ത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഡ്രോ ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ടിരിക്കും. എപ്പോഴും ടാർഗറ്റ് ഇവരുടെ അടുത്തായിരിക്കണം, ഇവരുടെ ഫ്രണ്ടിലായിരിക്കണം.
അപ്പോൾ ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നൊരു ഗെയിമാണ്. ഇതിന് നല്ല സൗണ്ടും ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേന് സൂപ്പീസ് അങ്ങോട്ട് വരും. സൂപ്പീസ് അങ്ങ് വരും. ഒരാൾ ചത്തുപോയി. ഇപ്പം സൂംബിൻസിനെ ഒന്ന് കൊന്നു കഴിഞ്ഞ് ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ പുറകിൽ കുറേ അധികം സൂംബീസ് വരുന്നതാണ്. ഇനി നമുക്കാണ് ഡ്യൂട്ടി. അയാൾ കയറി കഴിഞ്ഞാൽ നമുക്കാണ് ഡ്യൂട്ടി. സൂംബിൻസിനെ മൊത്തം അറ്റാക്ക് ചെയ്യാൻ. അത്ര ഉള്ളത് നല്ലൊരു ഗെയിമാണ്. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് അറ്റാക്ക് ചെയ്ത് പോവുക അങ്ങനെയുള്ള. അല്ലാതെ ഈ ഗെയിം ഞാൻ ഇടുന്നില്ല. ഇപ്പോൾ റീലോഡിങ് ടൈം ഉണ്ട്. സൂംബിൻസിനെ ജസ്റ്റ് ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. എനിവേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഇന്ന് കുറച്ച് ഗെയിംസാണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഗെയിംസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതോടെ കയറി ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ ബൈ.